ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നാം ഒരു യാത്രയിലൂടെയാണ്. ഇപ്പോൾ നാം 50 നോമ്പിൻ്റെ യാത്രയിലേക്കാണ്. 40 ദിവസത്തെ നോമ്പനുഷ്ഠാനങ്ങളും 10 ദിവസത്തെ കഷ്ടാനുഭവത്തോടുകൂടി ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് എത്തിച്ചേരുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമതായി, നാം എന്തിനു വേണ്ടിയാണ് ഈ നോമ്പനുഷ്ഠാനങ്ങൾ നടത്തേണ്ടത്? അതിനുള്ള ഉത്തരം നമ്മളിലെ കുറവുകളെ തിരിച്ചറിയാനും മറ്റുള്ളവരിലെ നന്മയെ കണ്ടെത്തുവാനും മറ്റുള്ളവർക്ക് സഹായഹസ്തം നീട്ടുവാനും തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടേണ്ട ഒരു യാത്രയാണ് നോമ്പ് എന്നുള്ളത്. കൂടാതെ ഭക്ഷണം മാത്രമല്ല നാം വെടിയേണ്ടത്. ഭക്ഷണത്തിനപ്പുറത്തേക്ക് നാം എന്ന അഹന്ത, നമ്മളിലെ അഹന്തകൾ, അഹങ്കാരം, നമ്മളിലെ എല്ലാ ഭാവങ്ങളെയും അടിയറവ് വെച്ചുകൊണ്ട് ദൈവിക ഭാവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധ നോമ്പ് നമുക്ക് തരുന്നത്. പിതാക്കന്മാർ നമ്മോട് പറയുന്നത്, നോമ്പനുഷ്ഠാനത്തിലെ ഓരോ യാമങ്ങളിലെയും നമസ്കാരങ്ങൾ നാം കാണുമ്പോൾ അതിലെല്ലാം അനുതാപം, ക്ഷമയാചിക്കൽ, പാപം പോക്കുവാനുള്ള ആഹ്വാനം, ഇതൊക്കെയാണ് നമുക്ക് തരുന്നത്. നാം പാപഭംഗിലമായ നമ്മുടെ ജീവിതത്തെ നാം ദൈവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് അവിടേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട്, അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്നുള്ള ആ ധൂർത്തപുത്രന്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മളും പാപത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഹിമം പോലെ വെളുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഈ നോമ്പ് നമുക്ക് പ്രചോദനം നൽകണം. അനേകർക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം, അനേകരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം മോശയും ഏലിയാവും നോമ്പ് നോറ്റു, നമ്മുടെ കർത്താവും നോറ്റു, ആഗൽ കർസായെ ജയിച്ചു. നാമും നോമ്പ് നോറ്റിട്ട് ആഗൽ കർസായെ ജയിച്ച് നമ്മുടെ മുഖം, നമ്മുടെ തിളക്കം, നമ്മളിലെ പ്രകാശം, നമ്മുടെ ഉള്ളിലെ പ്രകാശം മറ്റുള്ളവർക്ക് പ്രകാശിതപൂരിതമാകുവാനും മറ്റുള്ളവർക്ക് അത് തേജസ്സിനും സ്വാന്തനത്തിനും സമാധാനത്തിനും കാരണമായി തീരുവാനും തക്കവണ്ണം ഈ നോമ്പ് നമ്മളെ വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.